ഇനി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ മറ്റ് രാജ്യങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ആരെല്ലാമാണ്? ഹായ് ഓൾ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. നമ്മൾ LGS ബ്ലൂ പ്രിന്റ് ചലഞ്ചിന്റെ 3ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് 2 ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾ ആ ടോപ്പിക് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുമായിരിക്കും അല്ലേ? ഒന്ന് ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും, അതേപോലെ ഇന്ത്യയുടെ ഋതുക്കൾ. ഈ 2 ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട SCRT ഫാക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. കാരണം നമ്മുടെ LGS എക്സാം അല്ലേ. അപ്പോൾ നമ്മൾ കഴിവതും ഈ ഒരു 2 ടോപ്പിക്കുമായി ബന്ധപ്പെട്ട SCRT ഫാക്ടുകളാണ് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആം, ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സമയം തീരെ കളയണ്ട, നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇന്ത്യയുടെ അതിർത്തിയും അതിരുകളുമാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണെന്നും ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധ ഗോളത്തിലാണെന്നും ആദ്യം മനസ്സിലാക്കുക. ഉത്തരാർദ്ധ ഗോളം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്നുള്ളതാണ്. ഓക്കെ, ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ ആ ഭൂമിയുടെ ആ ഒരു പകുതി ഭാഗത്തെയാണ് ഉത്തരാർദ്ധ ഗോളം എന്ന് വിളിക്കുന്നത്. ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ള ഗോളത്തെ ദക്ഷിണാർദ്ധ ഗോളം എന്ന് വിളിക്കുന്നു. ഉത്തരാർദ്ധ ഗോളത്തിൽ ഏഷ്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡത്തിന്റെ ഭാഗത്താണ്, അല്ലെങ്കിൽ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന രേഖകളാണ് ഇത്. ഏറ്റവും താഴെ നിങ്ങൾ നോക്കിക്കേ, കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന ഇങ്ങനെയുള്ള രേഖകളാണ് അക്ഷാംശങ്ങൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ വടക്ക് തെക്ക് രേഖയിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളുണ്ട് ഭൂപടങ്ങളിൽ. വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ, അവയെ രേഖാംശങ്ങൾ എന്ന് വിളിക്കുന്നു. ലോകത്തിലെ ഏതൊരു സ്ഥലവും, ഇപ്പോൾ ഒരു രാജ്യമായിക്കോട്ടെ, ഒരു സംസ്ഥാനമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രദേശമായിക്കോട്ടെ, നമുക്ക് ഒരു അക്ഷാംശ രേഖാംശ സ്ഥാനം പറയാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം നമ്മുടെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങളെ പറ്റി പരാമർശിച്ചുകൊണ്ടാണ് നമ്മുടെ പാഠം തുടങ്ങുന്നത് തന്നെ. നോക്കുക, ഇന്ത്യയുടെ ഏറ്റവും തെക്ക് വശത്തൂടെ കടന്നു പോകുന്ന ഈ ഒരു കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന അക്ഷാംശമാണ് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് അക്ഷാംശം. എന്തുകൊണ്ടാണ് ഇവിടെ ഉത്തര അക്ഷാംശം എന്ന് പ്രത്യേകം പ്രതിപാദിക്കുന്നത്? 8 ഡിഗ്രി 4 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പോരെ, എന്തുകൊണ്ട് ഉത്തര അക്ഷാംശം എന്ന് പ്രതിപാദിക്കുന്നത്? കാരണം ഇന്ത്യ ഭൂമധ്യരേഖയ്ക്ക് മുകളിലായതുകൊണ്ട് ഉത്തരാർദ്ധ ഗോളത്തിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഉത്തരാർദ്ധ ഗോളത്തിലുള്ള അക്ഷാംശങ്ങളെ നമ്മൾ നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. കാരണം ഇതേപോലെ 8 ഡിഗ്രി 4 മിനിറ്റ് എന്ന പേരിൽ തെക്ക് വശത്തും ഒരു അക്ഷാംശമുണ്ട്. അതുകൊണ്ട് അത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, കൃത്യമായിട്ട് സ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉത്തര അതുപോലെ ദക്ഷിണ അക്ഷാംശങ്ങൾ മാർക്ക് ചെയ്യാറുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും തെക്ക് വശത്തൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് അക്ഷാംശമാണ്. അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തൂടെ കടന്നു പോകുന്ന അക്ഷാംശം, അതായത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തെ അക്ഷാംശം 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്താണ്. 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. എന്തുകൊണ്ട് അവിടെയും ഉത്തര അക്ഷാംശം എന്ന് കൃത്യമായിട്ട് പറയുന്നത്? ഉത്തര അക്ഷാംശം എന്ന് പറയുന്നത് അതും ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള എല്ലാ അക്ഷാംശങ്ങളും, അത് 90 ഡിഗ്രി വരെയുള്ള നമ്മൾ ഉത്തര അക്ഷാംശങ്ങൾ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് പറയുന്നത്. ഇനി ഇതേപോലെ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം പരിശോധിക്കാം. രേഖാംശങ്ങൾ എന്ന് പറയുന്നത് വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ഭൂപടങ്ങളിലെ സാങ്കല്പിക രേഖകളാണല്ലോ. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് വശത്ത് വരുന്ന രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് പൂർവ്വ രേഖാംശം എന്ന് കൊടുക്കുന്നത്? ഈസ്റ്റ് അല്ലെങ്കിൽ പൂർവ്വ രേഖാംശം എന്ന് കൊടുക്കുന്നത്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഗ്രീൻവിച്ച് രേഖാംശത്തിന്റെ കിഴക്ക് വശത്തായതുകൊണ്ടാണ് ഇവിടെ പൂർവ്വ രേഖാംശം എന്ന് പറയുന്നത്. ഗ്രീൻവിച്ച് രേഖാംശം എന്ന് പറയുന്നത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്, രേഖാംശമാണ്. ഗ്രീൻവിച്ച് മെറീഡിയൻ എന്നൊക്കെ അറിയപ്പെടുന്നു, പ്രൈം മെറീഡിയൻ എന്നൊക്കെ അറിയപ്പെടുന്നു. അത് ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് അതും നമ്മൾ പതുക്കുന്നുണ്ട്. മനസ്സിലായോ? 2ആയിട്ട് ഭാഗിക്കുന്നുണ്ട്. ഭൂമധ്യരേഖ എങ്ങനെയാണോ 2 ഗോളങ്ങളായിട്ട് തിരിക്കുന്നത്, അതേപോലെ തന്നെ ഗ്രീൻവിച്ച് രേഖാംശവും 2 ഗോളങ്ങളായിട്ട് ഭൂമിയെ തിരിക്കുന്നുണ്ട്. അത് ഒന്ന് പൂർവാർദ്ധ ഗോളവും 2 പശ്ചിമാർദ്ധ ഗോളവും എന്ന് 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും. ഈ 0 ഡിഗ്രിക്ക് കിഴക്കോട്ട് വരുന്ന എല്ലാ രാജ്യങ്ങളും പൂർവ്വ രേഖാംശങ്ങൾ എന്ന് പറയുന്ന രേഖാംശങ്ങളാണ് മാർക്ക് ചെയ്യുന്നത്. 0 ഡിഗ്രിക്ക് പടിഞ്ഞാറോട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഈ വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ്, പശ്ചിമ രേഖാംശങ്ങളാണ് മാർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്, ഇന്ത്യ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗ്രീൻവിച്ച് രേഖാംശത്തിന് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ രേഖാംശങ്ങളും, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന എല്ലാ രേഖാംശങ്ങളും നമ്മൾ പൂർവ്വ രേഖാംശങ്ങൾ എന്ന് പറയും. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് വശത്തൂടെ കടന്നു പോകുന്നത് 68 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. ഇവിടെ തെറ്റാൻ സാധ്യതയുള്ളത്, എല്ലാവരും എന്ത് ചെയ്യും? ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്തുള്ള അക്ഷാംശം എന്നുള്ളത് കൊണ്ട് 68 ഡിഗ്രി വെസ്റ്റ് എന്ന് ഓർത്ത് വെക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരരുത്. ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്തായതുകൊണ്ട് വെസ്റ്റ് എന്ന് കൊടുക്കരുത്. ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്തൂടെ കടന്നു പോകുന്ന രേഖാംശം പൂർവ്വ രേഖാംശം തന്നെയാണ് കേട്ടോ. 68 ഡിഗ്രി 7 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയുടെ കിഴക്ക് വശത്തൂടെ കടന്നു പോകുന്ന രേഖാംശം 97 ഡിഗ്രി 25 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ്. 97 ഡിഗ്രി 25 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഓക്കെ.
97°25' പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ കിഴക്ക് വശത്തൂടെ കടന്നു പോകുന്ന രേഖാംശം എന്നറിയപ്പെടുന്നത്. ഇതും പൂർവ്വ രേഖാംശം എന്ന് തന്നെ വേണം നമ്മൾ പറയാനായിട്ട് കൃത്യമായിട്ട് കേട്ടോ. ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി കണ്ടോ? ഒരു അക്ഷാംശത്തിൽ നിന്ന് ഇന്ത്യയുടെ ഏറ്റവും തെക്ക് വശത്തുള്ള അക്ഷാംശത്തിൽ നിന്ന് ഏറ്റവും വടക്ക് വശത്തുള്ള അക്ഷാംശത്തിലേക്കുള്ള ഈ ഒരു വ്യാപ്തി അത് ഏകദേശം 30 ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ഭാഗത്തുള്ള ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള രേഖാംശങ്ങൾ ഈ രേഖാംശ ഇന്ത്യയുടെ ഏറ്റവും തെക്ക് വശവും വടക്ക് വശത്തുള്ള അക്ഷാംശം കേട്ടോ. അക്ഷാംശ വ്യാപ്തി 30 ആണ്. ഏകദേശം 30 ആണ്. അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറുള്ള ഇതിന്റെ ഏറ്റവും പടിഞ്ഞാറുള്ളത് ഏറ്റവും കിഴക്കുള്ളതുമായ രേഖാംശങ്ങളുണ്ടല്ലോ ഈ രേഖാംശ വ്യാപ്തി 30 തന്നെയാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയും 30 തന്നെയാണ് ഏകദേശം. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തിയും ഏകദേശം 30 ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇന്ത്യയുടെ അതിർത്തികൾ എന്ന ടോപ്പിക്കിനകത്ത് നമ്മുടെ അക്ഷാംശ രേഖാംശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അതിർത്തികൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇന്ത്യയുടെ അക്ഷാംശം ഏറ്റവും തെക്ക് വശം ചോദിച്ചാൽ 8°4' നോർത്ത്, വടക്ക് വശത്ത് അക്ഷാംശം ചോദിച്ചാൽ 37°6' നോർത്ത്. അക്ഷാംശ വ്യാപ്തി ഏകദേശം 30. ഇന്ത്യയുടെ രേഖാംശം ചോദിച്ചാൽ പടിഞ്ഞാറ് വശത്തുള്ള രേഖാംശം 68°7' ഈസ്റ്റ്, കിഴക്ക് വശത്തുള്ള രേഖാംശം 97°25' ഈസ്റ്റ്. ഈ രേഖാംശ വ്യാപ്തി ചോദിച്ചാലും എത്ര തന്നെ പറയേണ്ടത്? രേഖാംശ വ്യാപ്തി ചോദിച്ചാലും നമ്മൾ ആൻസർ പറയേണ്ടത് ഏകദേശം 30 തന്നെയാണ്. ഇനി ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങൾ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. യൂണിവേഴ്സിറ്റി LGSന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുടെ എണ്ണം 7 എന്നുള്ളതാണ് PSC ആൻസർ ആയിട്ട് പ്രൊഫഷണൽ കീയിൽ നൽകിയിരുന്നത്. ആളുകൾ നിരവധി പേര് ചലഞ്ച് ചെയ്തിട്ടും അവര് ആ ഒരു ആൻസർ മാറ്റിയില്ല. 9 എന്ന് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന റാങ്ക് ഫയലുകളിലുള്ള പുസ്തകത്തിലുള്ള റാങ്ക് ഫയൽ പോട്ടെ പുസ്തകങ്ങളിലുള്ള 9 എന്ന് പറയുന്ന ആൻസർ അവർ പരിഗണിച്ചിട്ടില്ല. പുസ്തകത്തിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +1 പുസ്തകത്തിൽ കാലാവസ്ഥയെ പറ്റി പഠിക്കുന്ന ഭാഗത്ത് ഇന്ത്യയുടെ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അയൽ രാജ്യങ്ങളാണ് ശ്രീലങ്ക, മാൽദീവ്സ് എന്ന് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിലെ NCERT-ക്കകത്ത് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അയൽ രാജ്യങ്ങൾ എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട്. സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അയൽ രാജ്യങ്ങൾ ശ്രീലങ്ക, മാൽദീവ്സ് എന്ന് എടുത്തു പറയുന്നുണ്ട്. പക്ഷേ അതവർ പരിഗണിച്ചിട്ടില്ല. കര അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങൾ മാത്രമാണ് അയൽ രാജ്യങ്ങൾ എന്ന രീതിയിലാണ് PSCയുടെ ആൻസർ കീയിൽ ഫൈനൽ ആൻസർ കീയിൽ ആൻസർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ലാൻഡ് ബോർഡർ പങ്കിടുന്ന ആ 7 രാജ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഓരോ രാജ്യവും എത്ര കിലോമീറ്റർ ലാൻഡ് ബോർഡർ ഇന്ത്യയുമായിട്ട് പങ്കിടുന്നുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും പടിഞ്ഞാറ് എന്ന് നമുക്ക് തുടങ്ങാം. പാകിസ്ഥാന്റെ ബോർഡർ 3323 കിലോമീറ്റർ ആണ് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് അതിർത്തി ഉള്ളത്. അഫ്ഗാനിസ്ഥാൻ 106 കിലോമീറ്റർ. ഇതാണ് ഉള്ളതിൽ ഏറ്റവും കുറവ്. ചൈന 3488 കിലോമീറ്റർ ആണ് ചൈനയുമായിട്ട് ഇന്ത്യക്ക് ലാൻഡ് ബോർഡർ വരുന്നത്, അതിർത്തി വരുന്നത്. 4 നേപ്പാൾ 1751 കിലോമീറ്റർ. 5 ഭൂട്ടാൻ 699 കിലോമീറ്റർ. പിന്നെ മ്യാൻമാറുമായിട്ട് 1643 കിലോമീറ്റർ. ബംഗ്ലാദേശുമായിട്ട് 4096 4096.7 കിലോമീറ്റർ. ഇതാണ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശുമായിട്ട്. ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് 106. നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം ഇത് ഹോം മിനിസ്റ്ററുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള നമ്മുടെ ലാൻഡ് ബോർഡറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആ ഡേറ്റയെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗത്തെ ചിത്രമാണ്. ക്ലിയർ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ 7 രാജ്യങ്ങൾ PSC ആൻസർ നേരത്തെ എക്സാം യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ 7 അതിർത്തി രാജ്യങ്ങളുണ്ടെന്ന് തന്നെ നമ്മൾ ഇനി പഠിച്ചു വെച്ചാൽ മതി. ഓൾറെഡി നമ്മൾ ചലഞ്ച് ചെയ്തിട്ടൊന്നും അവരതിന്റെ ആൻസർ മാറ്റിയിട്ടില്ല. സമുദ്ര അതിർത്തി സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അയൽ രാജ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് +1 പുസ്തകത്തിൽ കാലാവസ്ഥയെ പറ്റി പഠിക്കുന്ന പാഠം ഉണ്ടല്ലോ ആ പാഠത്തിലും അതുപോലെ 9ാം ക്ലാസ്സിലെ NCERT പുസ്തകത്തിൽ ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയെ പറ്റി പഠിക്കുന്ന പാഠത്തിന്റെ ആദ്യ ഭാഗത്തിലും പറയുന്നുണ്ട്. പക്ഷെ അത് അവർ പരിഗണിച്ചിട്ടില്ല. പാഠപുസ്തകങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു 2 രാജ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് PSC പരിഗണിച്ചില്ല. ക്ലിയർ? അപ്പം 7 അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നമ്മളിവിടെ നോക്കി. ഇനി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ സ്ഥാനത്തെ പറ്റി പറയുമ്പോൾ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. ഉത്തരാർദ്ധഗോളത്തിന്റെ കിഴക്ക് ഭാഗമായതുകൊണ്ട് ഉത്തര പൂർവാർദ്ധഗോളം എന്ന് പറയാം. രണ്ടും പറയാം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. ഈ ഉത്തരാർദ്ധഗോളത്തിന്റെ ഏത് ഭാഗത്താണ്? കിഴക്ക് ഭാഗമാണ്. അതുകൊണ്ടാണ് ഉത്തര പൂർവാർദ്ധഗോളം എന്ന് പറയുന്നത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? ഏഷ്യൻ വൻകരയാണ്. ഏഷ്യൻ വൻകരയുടെ ഏത് ഭാഗത്തായിട്ട്? തെക്ക് ഭാഗത്തായിട്ട് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. ഏഷ്യൻ വൻകരയുടെ തെക്ക് ഭാഗത്തായിട്ട് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ അതിർത്തികൾ നോക്കാം. ഉത്തര അക്ഷാംശം 8°4'. ഉത്തര അക്ഷാംശം എന്ന് പറയുന്നത് നോർത്തിനെയാണ്. കണ്ടോ? നോർത്ത് കണ്ടോ? 8°4' നോർത്ത്. അതുകൊണ്ട് ഉത്തര അക്ഷാംശം എന്ന് പറയുന്നത്. അതുപോലെ ഉത്തര അക്ഷാംശം 37°6'. കണ്ടോ? 37°6'നും ഇടയിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. ഈ രേഖാംശങ്ങൾ പറയുമ്പോൾ പൂർവ്വ രേഖാംശം. എന്തുകൊണ്ട് ഇവിടെ പൂർവ്വ രേഖാംശം ഉപയോഗിക്കുന്നത്? ഇവിടെ ഈസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. പൂർവ്വ രേഖാംശം 68°7'നും 68°7'നും പൂർവ്വ രേഖാംശം തന്നെ 97°25'നും 97°25'നും ഇടയിലായിട്ട് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ അതിർത്തി നമ്മൾ പഠിച്ചു. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നമ്മൾ നോക്കി.
ഇത്രയും രാജ്യങ്ങളായിരുന്നു. ബംഗ്ലാദേശ് ഓരോ രാജ്യവുമായിട്ടും എത്ര കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 4096.7. ചൈനയുമായിട്ട് 3488, പാകിസ്ഥാനുമായിട്ട് 3323, നേപ്പാളുമായിട്ട് 1751, ഇനി മ്യാൻമറുമായിട്ട് 1643, ഭൂട്ടാനുമായിട്ട് 699, അഫ്ഗാനിസ്ഥാനുമായിട്ട് 106 കിലോമീറ്റർ. ഇത്രയുമാണ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ. ഇനി ഇന്ത്യയുടെ വടക്കേറ്റം അതിർത്തികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വടക്കേറ്റം, തെക്കേറ്റം, പടിഞ്ഞാറം, കിഴക്കേറ്റം ഒക്കെ നോക്കണമല്ലോ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റം എന്ന് പറയുന്നത് ഇന്ദിരാ കോളാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റം ഇന്ദിരാ കോളാണ്. ലഡാക്കിലാണ് നിലവിൽ ഇന്ദിരാ കോളിന്റെ സ്ഥാനം കേട്ടോ. ലഡാക്കിലാണ് നിലവിൽ ഇന്ദിരാ കോൾ. നേരത്തെ അത് ജമ്മു കാശ്മീർ എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ ലഡാക്ക് എന്ന് കൃത്യമായിട്ട് പറയണം. ഇന്ത്യയുടെ വടക്കേറ്റം ഇന്ദിരാ കോളാണ്. ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം മലനിരകളിലാണ് കേട്ടോ. കാറക്കോറം മലനിരകളിലാണ്. സിയാച്ചിൻ ഹിമാനിയുടെ വടക്കേ അറ്റത്താണ് ഇന്ദിരാ കോൾ ഉള്ളത്. ഇന്ത്യയുടെ തെക്കേ അറ്റം എന്നറിയപ്പെടുന്നത് കോൾ മാറ്റിയിട്ട് പോയിന്റ് എന്ന് മാർക്ക് ചെയ്താൽ മതി. ഇന്ദിരാ പോയിന്റ് എന്ന് പറയും. ഇന്ദിരാ പോയിന്റ്. അതിന് മറ്റ് പേരുകൾ കൂടിയുണ്ട്. പിഗ്മാലിയൻ പോയിന്റ് എന്നും പാർസൺ പോയിന്റ് എന്നും പറയാറുണ്ട് ഈ തെക്കേ അറ്റത്തെ കേട്ടോ. പിഗ്മാലിയൻ പോയിന്റ് എന്നും പാർസൺ പോയിന്റ് എന്നും പറയാറുണ്ട്. ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേറ്റ് നിക്കോബാർ ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ ഏറ്റവും അവസാനമായി വരുന്ന ദ്വീപായ ഗ്രേറ്റ് നിക്കോബാറിലാണ് ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്നറിയപ്പെടുന്നത് കിബിത്തു ആണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു ആണ്. അരുണാചൽ പ്രദേശിലാണ് കിബിത്തു. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി എന്നറിയപ്പെടുന്നു. ഗുജറാത്തിലാണ് ഗുഹാർ മോത്തി. ഓക്കെ. ഇന്ത്യയുടെ കിഴക്കേറ്റം കിബിത്തു, പടിഞ്ഞാറേറ്റം ഗുഹാർ മോത്തി, വടക്കേറ്റം ഇന്ദിരാ കോൾ, തെക്കേറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം അഥവാ ഇന്ത്യൻ മെയിൻലാൻഡിന്റെ തെക്കേറ്റം എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഉപദ്വീപ് അല്ലെങ്കിൽ ഇന്ത്യൻ മെയിൻലാൻഡ്, ദ്വീപുകൾ പരിഗണിക്കാത്ത ഇന്ത്യ, ദ്വീപുകൾ കണക്കാക്കാത്ത ഇന്ത്യ, ദ്വീപുകൾ കൂട്ടാത്ത ഇന്ത്യ, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ഒഴിവാക്കിയാൽ ഇത് ഈ ഉപദ്വീപ് ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപ്, ഈ ഒരു ഭാഗം 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം ചോദിച്ചാൽ അതെപ്പോഴും ഏതായിരിക്കും? മെയിൻലാൻഡിന്റെ തെക്കേറ്റം ചോദിച്ചാൽ ഏതായിരിക്കും? കന്യാകുമാരിയാണ് കേട്ടോ. ദ്വീപുകൾ കൂടി പരിഗണിക്കുമ്പോൾ ലക്ഷദ്വീപ് ആഡ് ചെയ്തു, ആൻഡമാൻ നിക്കോബാർ ആഡ് ചെയ്തു. അപ്പോഴാണ് ഇത് ഇന്ദിരാ പോയിന്റ്, ഇതിന്റെ ഇന്ദിരാ പോയിന്റ് ഏറ്റവും തെക്കേറ്റമാകുന്നത്. ദ്വീപുകൾ പരിഗണിക്കാത്തപ്പോൾ തെക്കേറ്റം ഏതാണ്? അത് കന്യാകുമാരിയാണ്. ലക്ഷദ്വീപ് എല്ലാം ഇതിന് മുകളിലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷദ്വീപിലെ ദ്വീപുകളെല്ലാം കന്യാകുമാരിക്ക് മുകളിലായിട്ട് വരും. ദ്വീപുകൾ കൂടി പരിഗണിക്കുമ്പോൾ ഏറ്റവും തെക്കേറ്റത്ത് വരുന്നത് ആരാണ്? ഏറ്റവും തെക്കേറ്റത്ത് വരുന്നത് അത് നമ്മുടെ ഇന്ദിരാ പോയിന്റ് ആണ് കേട്ടോ. അതായത് ഇന്ത്യയുടെ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദിരാ പോയിന്റ് എന്ന് പറഞ്ഞാൽ മതി. ഇന്ത്യൻ ഉപദ്വീപ് എന്ന് ചോദിക്കുമ്പോൾ മാത്രം കന്യാകുമാരി എന്ന് പറയുക. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു: നേപ്പാൾ, ചൈന, പാകിസ്ഥാൻ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്. ഇങ്ങനെ ഓർത്താൽ മതി. NCP ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് NCP, TAMB, ബാംബ് എന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് നമ്മൾ നോക്കി. ഇനി ഇവിടെ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഈ 7 രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? തീർച്ചയായിട്ടും അത് ആര് തന്നെയായിരിക്കും? ചൈനയായിരിക്കും. അതിനകത്ത് ഒരു സംശയമില്ല അല്ലെ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ ഭൂട്ടാനാണ്. ശ്രീലങ്കയും മാൽദീവ്സും കൂടെ പരിഗണിച്ച ഭൂട്ടാനെക്കാട്ടി ചെറിയ രാജ്യം മാൽദീവ്സ് വരും. പക്ഷെ അത് PSC ആൻസർ കീയിൽ ആ 2 രാജ്യങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ട് അയൽ രാജ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 7 രാജ്യങ്ങൾ അവർ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് പറയുമ്പോൾ നമുക്ക് അത് ഒഴിവാക്കേണ്ടി വരും. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഇത് തിരിഞ്ഞു പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. കൂടുതൽ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ബംഗ്ലാദേശാണ്. ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് ഭൂട്ടാൻ. കൂടുതൽ അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ കുറവ് അതിർത്തി പങ്കിടുന്ന കേട്ടോ, കുറവ് അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാൻ. കുറവ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനാണ്. അപ്പം കൂടുതൽ ബംഗ്ലാദേശ്, ഏറ്റവും കൂടുതൽ അതിർത്തി ബംഗ്ലാദേശ്, കുറവ് അതിർത്തി അഫ്ഗാനിസ്ഥാന്, വലിയ അയൽ രാജ്യം ചൈന, ചെറിയ അയൽ രാജ്യം ഭൂട്ടാൻ. അങ്ങനെ അത് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇനി അന്താരാഷ്ട്ര അതിർത്തിയും രാജ്യാന്തര അതിർത്തിയും എല്ലാം ഒന്ന് തന്നെയാണ്. ചോദിക്കാറുണ്ട് അന്താരാഷ്ട്ര അതിർത്തിക്കും രാജ്യാന്തര അതിർത്തിക്കും വല്ല വ്യത്യാസമുണ്ടോ? രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ഒരു വാക്ക് തന്നെയാണ് കേട്ടോ. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള അതിർത്തി എന്നാണ് അന്താരാഷ്ട്ര അതിർത്തി കൊണ്ട് അർത്ഥമാക്കുന്നത്. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള അതിർത്തി, അയൽ രാജ്യങ്ങളുമായിട്ടുള്ള അതിർത്തി, അതാണ് അന്താരാഷ്ട്ര അതിർത്തി അല്ലെങ്കിൽ രാജ്യാന്തര അതിർത്തി. പങ്കിടുന്ന ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? അപ്പം അതിർത്തി പങ്കിടുന്ന ധാരാളം സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട്. പാകിസ്ഥാനുമായിട്ട്, ബംഗ്ലാദേശുമായിട്ട്, അഫ്ഗാനിസ്ഥാനുമായിട്ട്, ചൈനയുമായിട്ട്, നേപ്പാളുമായിട്ട്, ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ധാരാളം സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിൽ മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്.
ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ സംസ്ഥാനം കേട്ടോ. ഇത്രയും സംസ്ഥാനങ്ങളിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ വലിയ സംസ്ഥാനമാണ് ഏത്? രാജസ്ഥാൻ. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി, അതായത് വിദേശ രാജ്യങ്ങളുമായിട്ട്, അയൽ രാജ്യങ്ങളുമായിട്ട്, വിദേശം എന്ന് ഉദ്ദേശിക്കുന്നത് അയൽ രാജ്യങ്ങളാണ്. ഈ അയൽ രാജ്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ്. അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തിയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. എന്നാൽ അയൽ രാജ്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ളത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനാണ്? പശ്ചിമ ബംഗാളിലാണ്. ഇനി അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിമാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം ചോദിച്ചാൽ അത് സിക്കിമാണ് കേട്ടോ. അന്താരാഷ്ട്ര അതിർത്തി മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് സിക്കിമാണ്. ഇനി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന മറ്റ് രാജ്യങ്ങൾ, നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ആരെല്ലാമാണ്? ഏറ്റവും കൂടുതൽ അയൽ രാജ്യങ്ങളുമായിട്ട് എണ്ണം പരിഗണിക്കുമ്പോൾ ഏത് സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത്? അത് ഒരു സംസ്ഥാനമല്ല, മൂന്ന് സംസ്ഥാനങ്ങളുണ്ട്. 3 അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന 3 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അത് സിക്കിമുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്, അരുണാചൽ പ്രദേശുണ്ട്. ഇവർ മൂന്നും എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? 3 അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. എത്ര അയൽ രാജ്യങ്ങളുമായിട്ട്? 3 അയൽ രാജ്യങ്ങൾ. 3 വശത്തും 3 അയൽ രാജ്യങ്ങളുള്ള 3 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഏതൊക്കെയാണ്? സിക്കിം, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്. ഇനി അതിർത്തി രേഖകൾ കൂടി പഠിച്ചാൽ നമ്മുടെ എസ്ആർടി കണ്ടന്റ് അവസാനിക്കുവാണ്, തീരുവാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ എന്നറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ ആണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയുടെ പേരാണെന്ത്? റാഡ്ക്ലിഫ് ലൈൻ. സിറിൽ റാഡ്ക്ലിഫ് ആണ് ഈ ഒരു അതിർത്തി നിർണയിച്ചത്. അതുകൊണ്ടാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി രേഖ എന്നറിയപ്പെടുന്നത് മക്മോഹൻ രേഖയാണ്. മക്മോഹൻ രേഖ. ഓക്കെ, മക്മോഹൻ രേഖ. അതുപോലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയുടെ പേരാണ് ഡ്യൂറന്റ് രേഖ. ഡ്യൂറന്റ് രേഖ. ഇനി ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ, അയൽ രാജ്യമായിട്ട് പരിഗണിച്ചാൽ ശ്രീലങ്കയെ, ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ പാക് കടലെടുക്കാണ്. ചില അവസരങ്ങളിലെങ്കിലും ഇത് മാന്നാർ ഉൾക്കടൽ എന്നും വരാം. കാരണം ഇന്ത്യ ശ്രീലങ്ക തമ്മിൽ അതിർത്തി, അല്ലെങ്കിൽ ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്ക് ഇടയ്ക്ക് മാന്നാർ ഉൾക്കടൽ വരുന്നുണ്ട്. ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്ക് ഇടയ്ക്ക് മാന്നാർ ഉൾക്കടൽ വരുന്നുണ്ട്. ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്ക് ഇടയ്ക്ക് പാക് കടലിടുക്കും വരുന്നുണ്ട്. അപ്പോൾ ഒരു ഉൾക്കടലും ഒരു കടലിടുക്കും ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്ക് ഇടയ്ക്കുണ്ട്. ചിലപ്പോൾ അവർ കൃത്യമായിട്ട് ഉൾക്കടൽ എന്ന് എടുത്ത് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ മാന്നാർ പറയാം. കടലിടുക്ക് എന്ന് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ പാക് കടലിടുക്ക് പറയാം. ഇനി ഇതൊന്നും ചോദിക്കുന്നില്ല, ഇന്ത്യ ശ്രീലങ്ക അതിർത്തി എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വരാം. ഓക്കെ, ഇന്ത്യ മാലദ്വീപ് അതിർത്തി, മാലദ്വീപ്സുമായിട്ടുള്ള ഇന്ത്യയുടെ അതിർത്തി 8 ഡിഗ്രി ചാനലാണ്. 8 ഡിഗ്രി ചാനലാണ്. ഓക്കെ, ഇവ രണ്ടോ അയൽ രാജ്യങ്ങളായിട്ട് PSC പരിഗണിക്കുന്നില്ല. അല്ലായിരുന്നെങ്കിൽ 7 അയൽ രാജ്യങ്ങളെന്ന് നമുക്ക് എക്സാമിന് കൊടുക്കത്തില്ലായിരുന്നു. ഇന്ത്യക്ക് 7 അയൽ രാജ്യങ്ങളേ ഉള്ളൂ എന്ന് യൂണിവേഴ്സിറ്റി മെയിൻസ് എക്സാമിന് കൊടുക്കത്തില്ലായിരുന്നു. പിന്നെ അവസാനത്തെ ഇന്ത്യ ബംഗ്ലാദേശ്, ഇതൊരു അതിർത്തി ഇടനാഴിയാണ്. തീൻ ബിഗ കോറിഡോർ കേട്ടോ. തീൻ ബിഗ കോറിഡോർ ആണ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയ്ക്കുള്ള അതിർത്തി ഇടനാഴിയുടെ പേര് കേട്ടോ. തീൻ ബിഗ കോറിഡോർ. അപ്പോൾ അയൽ രാജ്യങ്ങൾ നോക്കിക്കേ. പാകിസ്ഥാൻ എത്ര സംസ്ഥാനങ്ങളുമായിട്ട് പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നുണ്ട്? രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, പിന്നെ ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശം. ഇത്രയും പ്രദേശങ്ങളുമായിട്ട് പാകിസ്ഥാന് ഇന്ത്യക്ക് അതിർത്തിയുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അതിർത്തി ഉള്ളത് രാജസ്ഥാനുമായിട്ടാണ്. ഇനി ബംഗ്ലാദേശ്, അടുത്ത രാജ്യം. ബംഗ്ലാദേശിന് മിസോറാം, ത്രിപുര, മേഘാലയ, ആസാം, പശ്ചിമ ബംഗാൾ ഇത്രയും സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അതിർത്തി ഉള്ളത് പശ്ചിമ ബംഗാളുമായിട്ടാണ് ബംഗ്ലാദേശിന്. ഇന്ത്യയിലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് സംസ്ഥാനമാണ്? അത് പശ്ചിമ ബംഗാളുമാണ് കേട്ടോ. ബംഗ്ലാദേശുമായിട്ട് മാത്രമല്ല, മൊത്തം നമ്മൾ പരിഗണിച്ചാലും വിദേശ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ചൈനയുമായിട്ട് അതിർത്തി ഉള്ളവർ ആരൊക്കെയാണ്? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, പിന്നെ സിക്കിം, ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അതിർത്തി ആരുമായിട്ടാണ്? അരുണാചൽ പ്രദേശുമായിട്ടാണ്. നേപ്പാളില് അതിർത്തി ഉള്ളത് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം ഇത്രയും സംസ്ഥാനങ്ങൾക്കാണ് നേപ്പാളുമായിട്ട് അതിർത്തി ഉള്ളത്. അതിൽ തന്നെ ഇത് കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, പലർക്കും തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. നേപ്പാളുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ഉത്തരാഖണ്ഡോ ഉത്തർപ്രദേശോ ഒന്നും അല്ല, നമുക്ക് അതൊക്കെയാണെന്ന് തോന്നും, ഉത്തർപ്രദേശൊക്കെയാണെന്ന് തോന്നും. പക്ഷേ ആൻസർ ഏതാണ്? ബീഹാറാണ്. ഭൂട്ടാനുമായിട്ട് അതിർത്തി വരുന്നത് സിക്കിമിന്, പശ്ചിമ ബംഗാളിന്, അസമിന്, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിന്. ഇത്രയും പേർക്കാണ് ഭൂട്ടാനുമായിട്ട് അതിർത്തി. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അതിർത്തി അസമുമായിട്ടാണ്. മ്യാൻമറിന് അതിർത്തി ഉള്ളത് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാമിനാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അതിർത്തി വരുന്നത് അരുണാചൽ പ്രദേശിനാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ട് നിലവിൽ ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശം മാത്രം. അതും POK എന്ന ഭാഗമാണ് ഇപ്പോൾ ആ ഒരു സ്ഥലം. അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയുള്ള ഒരു ഭാഗം ഇപ്പോൾ പാക് ഒക്കുപൈഡ് കാശ്മീരാണ്. പാക് ഒക്കുപൈഡ് കാശ്മീരിന്റെ ആ ഒരു പോർഷൻ നമുക്കറിയാം, ഇന്ത്യയുടെ നിലപാടനുസരിച്ച് അത് നമ്മുടെ ഭാഗമാണ്. അങ്ങനെ നോക്കുമ്പോൾ
അഫ്ഗാനിസ്ഥാനായിട്ട് അതിർത്തി വരുന്നത് ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്തിനാണ്. നമ്മൾ ഇന്ത്യയുടെ അതിരുകൾ എന്ന ടോപ്പിക്ക് നമ്മൾ അതിനകത്തുനിന്ന് എസ്സിആർടി കണ്ടന്റുകൾ നമ്മൾ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്തു. നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. ഇന്ത്യയുടെ ഋതുക്കൾ. പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇന്ത്യയിൽ 4 സീസണാണ് അല്ലെങ്കിൽ 4 ഋതുക്കളാണ് ഉള്ളത്. ഇത് ഉത്തരം 6 ആകുന്നത് പരമ്പരാഗത ഋതുക്കൾ എത്രയെന്ന് ചോദിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അല്ലാതെ വെറുതെ ഔദ്യോഗികമായിട്ട് വെറുതെ സീസൺ എത്രയാണ്, ഋതുക്കൾ എത്രയെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ 4 ഋതുക്കൾ അല്ലെങ്കിൽ 4 സീസൺ ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആദ്യമായിട്ട് ശൈത്യകാലം. ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയുള്ള 3 മാസ കാലഘട്ടമാണ് ശൈത്യകാലം. ഇന്ത്യയിലെ ശൈത്യകാലം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി എന്നീ 3 മാസമാണ്. വേനൽക്കാലം മാർച്ച്, ഏപ്രിൽ, മെയ് എന്നീ 3 മാസങ്ങളാണ് ഇന്ത്യയിലെ വേനൽക്കാലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അടുത്തത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അടുത്ത സീസണാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. 4 മാസമാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. നാലാമത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ്. ഇത് ഒക്ടോബർ, നവംബർ എന്നീ 2 മാസങ്ങളിലാണ്. ഇത് 2 മാസം വരും. ഇത് 4 മാസം വരും. വേനൽക്കാലം 3 മാസം വരും. ശൈത്യകാലം 3 മാസം വരും. ഏറ്റവും കൂടുതൽ ഡേയ്സ് കവർ ചെയ്യുന്നത് ഏത് സീസണാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. 4 മാസമുണ്ട് അല്ലേ? ഏറ്റവും കുറവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്ക് കിഴക്കൻ മൺസൂണാണ്. 2 മാസമേ ഉള്ളൂ. മറ്റത് രണ്ടും 3 മാസം വെച്ചുണ്ട്. ശൈത്യകാലവും വേനൽക്കാലവും 3 മാസം വെച്ചുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ 4 സീസൺ ഏതൊക്കെയാണ് അവ? ഏതൊക്കെ മാസങ്ങളിൽ കവർ ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ ഓർക്കുക കേട്ടോ. ഏതൊക്കെ മാസങ്ങളിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഇനി പരമ്പരാഗത ഋതുക്കൾ എന്ന് ചോദിക്കുമ്പോഴാണ് ഇതിന്റെ ഈ 6 എണ്ണം പറയേണ്ടത്. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്കാലം, ഹേമന്തം. ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ചുകൊണ്ടെന്ന് പറഞ്ഞേ. ശി, വ, ഗ്രി. ഞാൻ പലപ്പോൾ പഠിപ്പിച്ചതാണ്. ശിവഗ്രി, വർ, ശര, ഹേ. ശി, വഗ്രി, വർഷരഹേ എന്ന് ഓർക്കുക കേട്ടോ. ശിവഗ്രി, വർഷരഹേ. ശിശിരം ആദ്യത്തെ 2 മാസം മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ജനുവരി, ഫെബ്രുവരി. ബാക്കി അടുത്ത 2 മാസങ്ങൾ തുടരെ താഴെ എഴുതി പോയാൽ മതി. വസന്തം അടുത്ത 2 മാസം. മാർച്ച്, ഏപ്രിൽ. ഗ്രീഷ്മം അടുത്ത 2 മാസം. മെയ്, ജൂൺ. വർഷകാലം അടുത്ത 2 മാസം. ജൂലൈ, ഓഗസ്റ്റ്. ശരത്കാലം അടുത്ത 2 മാസം. സെപ്റ്റംബർ, ഒക്ടോബർ. ഹേമന്തകാലം അടുത്ത 2 മാസം. നവംബർ, ഡിസംബർ. അപ്പോൾ ഒരു വർഷത്തെ ആദ്യത്തെ മാസത്തിൽ നമ്മൾ തുടങ്ങുന്നു. ആ വർഷത്തിന്റെ അവസാനത്തെ മാസത്തിൽ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഈ ഒരു കോഡ് വെച്ചുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് കോഡ്? ശി, വ, ഗ്രി. ശിശിരം, വസന്തം, ഗ്രീഷ്മം. പിന്നെ അടുത്തത് വർ, ശര, ഹേ. വർഷം, ശരത്ത്, ഹേമന്തം. ക്ലിയർ അല്ലേ? ഇങ്ങനെ കൃത്യമായിട്ട് ഈ 6 സീസൺസ് ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പരമ്പരാഗത ഋതുക്കൾ എന്ന് ചോദിക്കുമ്പോൾ മാത്രമേ ഇത് എഴുതാവുള്ളൂ. അല്ലാതെ വെറുതെ ഋതുക്കൾ എന്ന് ചോദിക്കുമ്പോൾ 4 എണ്ണമേ പറയാവുള്ളൂ കേട്ടോ. അല്ല സീസൺസിന്റെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 4 എണ്ണമേ പറയാവുള്ളൂ. ഇനി ഓരോ കാലത്തെ പറ്റി നമുക്കൊന്ന് പറഞ്ഞു പോകാം. ആദ്യമായിട്ട് ശൈത്യകാലത്തെ പറ്റി. ശൈത്യകാലത്തിന്റെ കാലഘട്ടം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡിസംബർ, ജനുവരിയാണ് ശൈത്യകാലം. ഓക്കെ. അപ്പം എന്തുകൊണ്ട് ശൈത്യകാലം ഇന്ത്യയിൽ വന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിന് അഭിമുഖമായി വരുമ്പോഴാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ സൂര്യന്റെ ദക്ഷിണായന കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഏത് കാലം അനുഭവപ്പെടുന്നത്? ശൈത്യകാലം അനുഭവപ്പെടുന്നത്. സൂര്യന്റെ ദക്ഷിണായന കാലഘട്ടത്തിൽ. നമ്മൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ ഭൂമിയിൽ ഏത് ഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാർദ്ധ ഗോളത്തിൽ. നമ്മൾ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഉത്തരാർദ്ധ ഗോളത്തിൽ, ഇന്ത്യ. സെപ്റ്റംബർ 23 ശേഷമുള്ള ഒരു സമയം. സെപ്റ്റംബർ 23 ഒരു വിഷുവ ദിനമാണ്, അല്ലെങ്കിൽ ഒരു സമരാത്ര ദിനമാണ്. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ പതിക്കുന്ന ദിവസം. സൂര്യന്റെ നേർരേഖയിലുള്ള പ്രകാശരശ്മികൾ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലാകുന്ന സമയം, അല്ലെങ്കിൽ സൂര്യൻ കൃത്യം ഭൂമധ്യരേഖയ്ക്ക് അഭിമുഖമാകുന്ന സമയം. അതിനുശേഷമുള്ള 6 മാസ കാലഘട്ടം സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിലെ അക്ഷാംശങ്ങൾക്ക് അഭിമുഖമാകുന്നു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ഉൾപ്പെടുന്ന ഉത്തരാർദ്ധ ഗോളത്തിലെ രാജ്യങ്ങളിൽ എന്തനുഭവപ്പെടും? നമുക്ക് ശൈത്യകാലം അനുഭവപ്പെടും. ഇതാണ് ഉത്തരായനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിലേക്ക് അഭിമുഖമായി വരുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് പോകുന്നു. മനസ്സിലായോ? അപ്പോ ഈ കൃത്യമായിട്ട് എന്തുകൊണ്ട് ശൈത്യകാലം വന്നു എന്ന് ചോദിക്കുമ്പോൾ സൂര്യന്റെ ദക്ഷിണായനം നടക്കുന്നതുകൊണ്ടാണ് ഉത്തരാർദ്ധ ഗോളത്തിലുള്ള ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നത്? ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ കേന്ദ്രം ദ്രാസ് ആണ്. ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം, ജനവാസ കേന്ദ്രം ലഡാക്ക് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശത്തിലെ ദ്രാസ് എന്ന സ്ഥലമാണ്. ലഡാക്കിലേക്കുള്ള കവാടം എന്ന് ഈ ദ്രാസിനെ വിളിക്കുന്നു. ലഡാക്കിലേക്കുള്ള കവാടം എന്ന് ഈ ദ്രാസ് എന്നറിയപ്പെടുന്ന പ്രദേശത്തെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഇനി ശൈത്യകാലത്തിലെ ഒരു പ്രധാന പ്രതിഭാസമാണ് നിങ്ങൾ പറയുന്നത് പശ്ചിമ അസ്വസ്ഥത. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ശൈത്യകാലത്ത് കാണപ്പെടുന്നു. പശ്ചിമ അസ്വസ്ഥത എന്താണ് എന്ന് പറയുവാണ്. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങൾ ക്രമേണ കിഴക്കോട്ട് സഞ്ചരിച്ച് ഇന്ത്യയിൽ എത്തുന്നതിനെയാണ് നമ്മൾ പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. ആരാണ് ഇതിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത്? ട്രോപ്പോപാസ് എന്ന
ട്രോപ്പോസ്ഫിയറിന്റെ അതിർത്തി ഭാഗം ഉണ്ടല്ലോ, അതിലൂടെ സഞ്ചരിക്കുന്ന ജെറ്റ് പ്രവാഹങ്ങൾ അല്ലെങ്കിൽ ജെറ്റ് സ്ട്രീമുകൾ എന്ന കാറ്റുകളാണ് ഈ പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസത്തെ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ കടലിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ജെറ്റ് സ്ട്രീമുകൾ എന്നറിയപ്പെടുന്ന കാറ്റുകൾ, ജെറ്റ് പ്രവാഹങ്ങൾ. ഇത് ഇന്ത്യയിൽ വരുന്നതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ശൈത്യകാലത്ത് മഴയ്ക്ക് കാരണമാകുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ശൈത്യകാലത്ത് ഈ പശ്ചിമ അസ്വസ്ഥത കൊണ്ട് എന്ത് കിട്ടുന്നു? മഴ കിട്ടുന്നു. നോക്കുക, ഇതാണ് മെഡിറ്ററേനിയൻ കടൽ, മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അവിടെ ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങളെ ട്രോപ്പോപാസിലുള്ള ജെറ്റ് സ്ട്രീമുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇത് ഹിമാലയമാണ്. ഹിമാലയത്തിന്റെ താഴ്വരകളിൽ, ഹിമാലയത്തിൽ ഇടിച്ച് ഈ കാറ്റുകൾക്കകത്തുള്ള ഈർപ്പം ഹിമാലയത്തിന്റെ താഴ്വരകളിൽ ഉത്തര മഹാസമുദ്രത്തിൽ, പ്രത്യേകിച്ച് പഞ്ചാബ് എന്ന സംസ്ഥാനം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പഞ്ചാബ് എന്ന സംസ്ഥാനത്ത് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ മഴ കിട്ടുന്നു. അങ്ങനെ മഴ കിട്ടുന്നതുകൊണ്ട് എന്ത് ഗുണമാണ്? ശൈത്യകാലത്ത് മഴ കിട്ടുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ്, എന്ത് ഗുണമാണ്? ശൈത്യകാല വിളകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഗോതമ്പ്, ബാർലി, കടുക്, പുകയില, പയർവർഗ്ഗങ്ങളൊക്കെ ഇല്ലേ, റാബി വിളകൾ. ശൈത്യകാല വിളകളുടെ കൃഷിക്ക് അനുയോജ്യമായ മഴയാണിത്. കാരണം ശൈത്യകാലത്ത് കിട്ടുന്ന മഴ ആർക്കാ ഗുണം ചെയ്യുന്നത്? ശൈത്യകാലത്ത് കൃഷി ചെയ്യുന്ന വിള. അത് ഏത് വിളയാ? റാബി വിള അല്ലെ? ഗോതമ്പ്, ബാർലി തുടങ്ങിയവയ്ക്ക് ഈ ഒരു മഴ കൊണ്ട് പ്രയോജനം കിട്ടുന്നു. മൊത്തത്തിൽ ലഭിക്കുന്ന ഒരു വർഷം ലഭിക്കുന്ന ഈ ശൈത്യകാല മഴയെ, മൊത്തത്തിൽ ലഭിക്കുന്ന ഈ ശൈത്യകാല മഴയെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ മഹാവത്ത് എന്ന് വിളിക്കുന്നു. ആ ഒരു മൊത്തം മഴയെ മഹാവത്ത് എന്ന് വിളിക്കുന്നു. നമ്മൾ തുലാമഴ എന്നൊക്കെ പറയുന്നത് പോലെ. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ മാസം ജനുവരിയാണ്. ഈ ശൈത്യകാലത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് നോക്കിക്കേ, തെളിഞ്ഞ അന്തരീക്ഷം. കാരണം അന്തരീക്ഷത്തിൽ ഈർപ്പം കുറവായിരിക്കും ശൈത്യകാലത്ത്. കാരണം ചൂടുള്ളപ്പോഴാണ് ബാഷ്പീകരണം ഉണ്ടാകുന്നത്, മേഘങ്ങൾ ഉണ്ടാകുന്നതൊക്കെ അല്ലെ. തെളിഞ്ഞ അന്തരീക്ഷവും വളരെ കുറഞ്ഞ ആർദ്രത ഉള്ളത് കൊണ്ടാണ് തെളിഞ്ഞ അന്തരീക്ഷം ആകുന്നത് അല്ലെ. അതാണ് ശൈത്യകാലത്തിന്റെ സവിശേഷതയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. എസ്സിആർടിക്കകത്ത് നമുക്ക് ശൈത്യകാലത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. അത് കൃത്യമായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. വേനൽക്കാലത്തേക്ക് പോകുന്നു. മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസകാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ വേനൽക്കാലം അനുഭവിക്കുന്നത്. നമ്മളിപ്പോൾ വേനലിന്റെ തീവ്രതയിലാണ് അല്ലെ, ആ തീച്ചൂളയിലാണ് നമ്മൾ ഓരോരുത്തരും. സൂര്യന്റെ ഉത്തരായന കാലഘട്ടത്തിലാണ്, പ്രത്യേകിച്ച് സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിന് അഭിമുഖമായി വരുമ്പോഴാണ് ഇന്ത്യയിൽ വേനൽക്കാലം അനുഭവപ്പെടുന്നത്. ഞാൻ നേരത്തെ വരച്ച് കാണിച്ചല്ലോ, ഇന്ത്യ ഉത്തരാർദ്ധ ഗോളത്തിലാണ്. അപ്പോൾ സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിന് അഭിമുഖമായി വരുമ്പോൾ ഇന്ത്യയിൽ എന്ത് അനുഭവപ്പെടും? ആ സൂര്യന്റെ ചൂട് കൂടുതൽ അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് വേനൽക്കാലം ആവും. സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് പോകുമ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിലുള്ള നമ്മളെ സംബന്ധിച്ച് ഒരാശ്വാസം കിട്ടും. അതാണ് നമ്മുടെ തണുപ്പ് കാലം. ഇനി ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെ പറയും? ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി അല്ലെ, ഇന്ത്യയുടെ ഭൂപ്രകൃതി ഇന്ത്യയുടെ കാലാവസ്ഥ സ്വാധീനിക്കുന്നുണ്ട്. സമുദ്ര സാമീപ്യം, പിന്നെ സമുദ്രത്തിൽ നിന്നുള്ള അകലം അല്ലെ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഇതെല്ലാം നമ്മുടെ ഭൂപ്രകൃതിയെ, നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാറുണ്ട്. ഉയരമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ തണുപ്പുണ്ടാവാനും സമുദ്രനിരപ്പിനോട് ചേർന്ന സ്ഥലങ്ങളിൽ ചൂട് കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം സമുദ്രങ്ങളും നമ്മുടെ ഭൂപ്രകൃതിയും ഒക്കെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ സൂര്യന്റെ ഉത്തരായന കാലഘട്ടത്തിൽ സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിന് അഭിമുഖമായി വരുമ്പോൾ നമുക്ക് വേനൽക്കാലം തുടങ്ങുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ പ്രദേശം ജയ്സാൽമീർ ആണ്, രാജസ്ഥാനിൽ. നമുക്ക് 2 പാഠങ്ങളിൽ, എസ്സിആർടിയുടെ തന്നെ 10ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും പാഠങ്ങളിൽ ഈ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് എസ്സിആർടി നൽകുന്നത് ജയ്സാൽമീർ ആണ്, ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ പ്രദേശം. അപ്പൊ കുറച്ചെങ്കിലും പേർക്ക് ഇതെന്താണ്, ഈ ബാമർ എന്താണെന്നൊരു സംശയം വരാം. എസ്സിആർടി ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ബാമർ, ഉഷ്ണകാലത്തെ ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ പ്രദേശമാണ് ബാമർ. പടിഞ്ഞാറൻ രാജസ്ഥാനിൽ വരുന്ന ഒരു പ്രദേശമാണ് ബാമർ. അപ്പൊ ഇത് എസ്സിആർടിക്കകത്ത് ഇങ്ങനെ തന്നെയാണോ പറഞ്ഞേക്ക്? നമുക്ക് നോക്കാമല്ലോ. ഇത് നോക്കാം. എസ്സിആർടിയുടെ സ്ക്രീൻഷോട്ടാണ്. സൂര്യന്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലത്ത് മാത്രമാണ് പറയുന്നത്. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാന്റെ പടിഞ്ഞാറുള്ള ബാമർ എന്ന സ്ഥലത്താണ്. അടുത്തൊരു പോയിന്റ് നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ഇക്കാലയളവിൽ, ഏത് കാലയളവിൽ? ഉഷ്ണകാലയളവിൽ വീശുന്ന ചില പ്രാദേശിക വാദങ്ങളാണ്. എന്താണ് വാദം? കാറ്റ്. പ്രാദേശികം എന്ന് വെച്ചാൽ ലോക്കൽ വിൻഡാണ് ലൂവ്, മാംഗോ ഷവേഴ്സ് എന്നിവ. ഉഷ്ണകാലത്ത് മാത്രം അനുഭവപ്പെടുന്ന ചില പ്രാദേശിക വാദങ്ങളാണ് ലൂ, അതേപോലെ തന്നെ മാംഗോ ഷവേഴ്സ്. എവിടെയാണ് ലൂ കാണപ്പെടുന്നത്, എവിടെയാണ് മാംഗോ ഷവർ കാണപ്പെടുന്നത് എന്ന് പുസ്തകത്തിൽ എടുത്തു പറയുന്നില്ലെങ്കിലും നമ്മളത് പഠിക്കണം. ഇത് നോക്കാം. ലൂ, താർ മരുഭൂമിയിൽ നിന്ന് ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് വീശുന്ന ഉഷ്ണവാതം. താർ മരുഭൂമിയിൽ നിന്ന് എങ്ങോട്ടേക്കാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് വീശുന്ന ഉഷ്ണവാതമാണ് ലൂ. പ്ലസ് 1 ടെക്സ്റ്റിനകത്തൊക്കെ ലൂവിനെ പറ്റി, മാംഗോ ഷവേഴ്സിനെ പറ്റി പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇനി 10ാം ക്ലാസ്സിൽ തന്നെ എസ്സിആർടിയുടെ കാറ്റുകളെ പറ്റി പഠിക്കുന്ന പാഠത്തിനകത്തും ലൂവിനെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട്. കൃത്യം ആ കാലാവസ്ഥയെ പറ്റി പഠിക്കുന്ന പാഠത്തിനകത്ത് ജസ്റ്റ് പറഞ്ഞങ്ങ് പോവുകയാണ്. ലൂ, മാംഗോ ഷവർ എന്നിവയാണ് പ്രാദേശിക വാദങ്ങൾ. അപ്പൊ നിങ്ങൾ പുസ്തകം
ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലൂ മാംഗോ ഷവറും ജസ്റ്റ് പ്രാദേശിക വാദങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോവാണ്. പക്ഷേ കാറ്റുകളെ പറ്റി പഠിക്കുന്ന പാഠത്തിനകത്താണ് ഈ പോയിന്റ് പറയുന്നത്. താർ മരുഭൂമിയിൽ നിന്ന് ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക്, ഗംഗാ യമുന സമതലങ്ങളിലേക്ക്, ഉത്തരേന്ത്യ എന്നതിന് പകരം ഗംഗാ യമുന എന്ന് വേണം തരാം. അങ്ങോട്ട് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത് ഹയർ സെക്കൻഡറി ബുക്കിലാണ്. രണ്ട് മാംഗോ ഷവർ. തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും കർണാടകയിലും ഏത് കാലത്ത്? ഉഷ്ണകാലത്ത്. എവിടേക്കാണ്? കേരളത്തിലും കർണാടകയിലും ഉഷ്ണകാലത്ത് ലഭിക്കുന്ന അനുഭവപ്പെടുന്ന പ്രാദേശികവാദമാണ് മാംഗോ ഷവർ. അപ്പൊ എവിടെയാണ് ലൂ, എവിടെയാണ് മാംഗോ ഷവർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമായ കാറ്റ് മാമ്പഴക്കാറ്റ്. അതാണ് മാംഗോ ഷവേഴ്സ്. മാമ്പഴക്കാറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് പ്രാദേശിക വാദങ്ങളാണെന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ? പ്രാദേശിക വാദങ്ങളാണ്. ഉഷ്ണകാലത്തെ ലോക്കൽ വിൻഡാണ്. പ്രാദേശിക വാദമാണ് ലൂവും മാംഗോ ഷവറും. ഇനി പുസ്തകത്തിനകത്ത് കാൽ ബൈശാഖി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ് കാൽ ബൈശാഖി എന്ന ടെക്സ്റ്റിൽ, SCERT ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാവേ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ്. ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ്. ഏത് കാലത്ത്? ഉഷ്ണകാലത്ത്. കാറ്റാണെന്ന് പറയുന്നില്ല ടെക്സ്റ്റിൽ. മഴയാണ് കാൽബൈശാഖി. പക്ഷെ PSC തന്നെ നേരത്തെ നടത്തിയ പരീക്ഷയിൽ കാൽബൈശാഖി എന്ത് എന്ന ചോദ്യത്തിന് ആൻസർ ആയിട്ട് അവർ കാറ്റെന്നും കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് വേറൊരു നമുക്ക് കലിപ്പുണ്ടാക്കുന്ന വസ്തുത. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാൾ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി. അല്ലേ? മഴയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നു. ഇത് വായിച്ചിട്ട് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു സംശയം ഉണ്ടാകത്തില്ല. പക്ഷെ കാൽബൈശാഖി എന്നറിയപ്പെടുന്ന സംഭവം എന്ത് എന്ന് ചോദിച്ചിട്ട് PSC കാറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ആൻസർ ആയിട്ട്. അല്ലെ? പഠിച്ചിട്ട് പോകുന്ന, പുസ്തകം വായിച്ചിട്ട് പോകുന്ന നമ്മളെ പൊട്ടന്മാരാക്കുന്ന പരിപാടി ഉണ്ട്. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിന്റെ സവിശേഷതയാണ്. ഈ മഴയുടെ സവിശേഷതയാണ് അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും. ഇതൊരു ശക്തമായ കാറ്റാണ് കാൽബൈശാഖി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു. അങ്ങനെ ഒരു ചോദ്യം അല്ലേ? ഇവിടെ ശക്തമായ മഴയാണ് കാൽബൈശാഖി എന്ന് പുസ്തകത്തിൽ ഇത്രയും വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് അത് വായിച്ച് മനസ്സിലാക്കി ചോദ്യം ഇടാൻ ബാക്കി പറയുന്നില്ല. മഴയുടെ കൂടെ ഇടിമിന്നലും ആലിപ്പഴ വീഴ്ചയും കൊടുങ്കാറ്റും ഇതിന്റെ ഭാഗമാണ്. മഴയുടെ കൂടെ ഇടിമിന്നലും ആലിപ്പഴ വീഴ്ചയും കൊടുങ്കാറ്റും ഇതിന്റെ ഭാഗമാണ്. വൈശാഖ മാസത്തിലെ വിപത്ത് എന്നിതറിയപ്പെടുന്നു. വൈശാഖ മാസത്തിലെ വിപത്ത്. അതുകൊണ്ടാണ് കാൽബൈശാഖി എന്നൊരു പേര് വന്നേക്കുന്നത്. തേയിലയ്ക്ക്, ചണത്തിന്, നെല്ലിന് അനുയോജ്യമായ മഴയാണിത് കേട്ടോ. ചണത്തിന്, തേയിലയ്ക്ക്, നെല്ലിന്. അവസാനമായിട്ട് ചെറി ബ്ലോസം. ടെക്സ്റ്റിൽ എവിടെയും ചെറി ബ്ലോസത്തെ പറ്റി പറയുന്നില്ല. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ, ഹയർ സെക്കൻഡറി ബുക്കിൽ പറയുന്നുണ്ട്. ചെറി ബ്ലോസത്തിന്റെ മലയാളം ടേം അവർ കൊടുത്തിരിക്കുന്നത് കാപ്പി പൂവിടും മഴ എന്നാണ്. കാപ്പി പൂവിടും മഴ. ഹയർ സെക്കൻഡറി +1 ബുക്കിനകത്ത് ചെറി ബ്ലോസത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. 10ലെ പുസ്തകത്തിൽ എവിടെയും പറയുന്നില്ല. പുസ്തകത്തിൽ പറയുന്നുണ്ട് കാപ്പി പൂവിടും മഴ. കർണാടകയിലെ കാപ്പി കൃഷിക്ക് സഹായിക്കുന്ന മഴ എന്നാണ് ചെറി ബ്ലോസത്തെ പറ്റി പറയുന്നത്. കാപ്പി പൂവിടും മഴ എന്ന് ഇതിന്റെ മലയാളം തർജ്ജമ കേട്ടോ. നമ്മൾ അടുത്ത സീസണിലേക്ക് പോവാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന ഭാഗത്തേക്ക് പോവാണ്. അതിനു മുമ്പ് മൺസൂൺ എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന സീസണിലേക്ക് പോകാം. ഇന്ത്യയിൽ 6 മാസ കാലഘട്ടമാണ് മഴ അനുഭവപ്പെടുന്നത്. തുടങ്ങുന്നത് ജൂണിലാണ്. എണ്ണി നോക്കാം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. അതായത് അടുത്ത തണുപ്പ് കാലം ഡിസംബർ വരുന്നതിന് മുമ്പ് 6 മാസം ജൂൺ തൊട്ട് നവംബർ വരെ മഴയുണ്ട്. ഈ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റുകളെ നമ്മൾ മൺസൂൺ കാറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ 6 മാസം കിട്ടുന്ന മഴയ്ക്ക് കാരണമാകുന്ന കാറ്റുകളുടെ പേരാണ് മൺസൂൺ കാറ്റുകൾ. മൺസൂൺ കാറ്റുകൾ എന്ന പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കാറ്റിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മൺസൂൺ കാറ്റുകളെ പറ്റി പഠിക്കുന്നുണ്ട്. കാറ്റ് എന്ന ടോപ്പിക്കിനെ പറ്റി പഠിക്കുമ്പോൾ മൺസൂൺ കാറ്റുകളെ പറ്റി പഠിക്കുന്നുണ്ട്. കാലിക വാദങ്ങൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പഠിക്കുന്നുണ്ട്. എന്തിന് ഉദാഹരണമാണ്? കാലിക വാദങ്ങൾ. കാലിക വാദം എന്ന് പറയുന്ന കാലിക വാദങ്ങൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. മൺസൂൺ എന്ന് പറയുന്നത് 6 മാസത്തെ മഴയാണ്. ഇത് എന്ത് മഴയാണ്? മൺസൂൺ എന്ന് പറയുന്ന മഴ എന്ത് തരം മഴയാണ്? ശൈലവൃഷ്ടിക്ക് ഉദാഹരണമാണ്. പർവ്വതവൃഷ്ടി അല്ലെങ്കിൽ ശൈലവൃഷ്ടിക്ക് ഉദാഹരണമായിട്ടുള്ള ഒരു മഴയാണ് മൺസൂൺ എന്നറിയപ്പെടുന്ന 6 മാസ മഴ. മനസ്സിലായി? ഇത് എന്ത് മഴയാണ്? സംവഹന മഴയല്ല, ചക്രവാത മഴയല്ല. ഇത് ശൈലവൃഷ്ടിയാണ്. ഈ മൺസൂണിന് കാരണമാകുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ഇത് എന്ത് തരം കാറ്റുകളാണ്? ഇത് കാലികവാദങ്ങളാണ്. തിരിയരുത്. മൺസൂൺ എന്ന മഴ ശൈലവൃഷ്ടിക്ക് ഉദാഹരണവും മൺസൂൺ കാറ്റുകൾ കാലികവാദത്തിന് ഉദാഹരണവുമാണ്. മോസം എന്ന അറബിക് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം കടന്നു വരുന്നത്. മൺസൂൺ കാറ്റിന്റെ ദിശ കണ്ടെത്തിയത് ഹിപ്പാലസ് ആണ് അല്ലെ? മോസം ഭവൻ എന്താണെന്നറിയാവോ? ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനത്തിന്റെ പേരാണെന്ത്? മോസം ഭവൻ. ന്യൂഡൽഹിയിലുള്ള മോസം ഭവൻ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനത്തിന്റെ പേരാണ് മോസം ഭവൻ. അപ്പൊ മോസം എന്ന അറബിക് പദത്തിൽ നിന്ന് മൺസൂൺ എന്ന പദം കടന്നു വരുന്നു. മൺസൂൺ കാറ്റിന്റെ ദിശ കണ്ടെത്തിയ ആള് ആരെന്ന് ചോദിച്ചാൽ ഹിപ്പാലസ് ആണ്. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ മൺസൂൺ കാറ്റുകളെയാണ്. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി. കാരണം ഇന്ത്യയുടെ സർവ്വ സാമ്പത്തിക മേഖലയ്ക്കും ആക്കം കൂട്ടുന്ന നമ്മുടെ കൃഷി എന്ന വ്യവസായം അല്ലെങ്കിൽ കൃഷി എന്ന മേഖലയെ ത്വരിതപ്പെടുത്തുന്ന, അതിന്റെ ആക്കം കൂട്ടുന്ന, അതിന്റെ മുന്നോട്ടുള്ള വളർച്ചയൊക്കെ സഹായിക്കുന്ന മൺസൂണിൽ നിന്ന് കിട്ടുന്ന മഴയുടെ തോതനുസരിച്ചാണ്. മഴ കൂടിയാൽ
മഴ ഓവർ ആയാലും പ്രശ്നമാണ്, മഴ കുറഞ്ഞാലും പ്രശ്നമാണ്. മിതമായ അളവിൽ നമുക്ക് മൺസൂൺ കിട്ടിയാൽ മാത്രമേ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു ജീവൻ ഉണർവ് കിട്ടത്തുള്ളൂ. മൺസൂൺ കാറ്റുകൾ കാലികവാതങ്ങളാണ് ഞാൻ പറഞ്ഞു. മൺസൂൺ മഴ ഓറോഗ്രാഫിക് മഴയാണ് അല്ലെങ്കിൽ ശൈലവൃഷ്ടിയാണ് അതും പറഞ്ഞു. ഇന്ത്യയിൽ 2 തരം മൺസൂൺ ഉണ്ട്. 2 സീസൺ ഉണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സീസണും വടക്ക് കിഴക്കൻ മൺസൂൺ സീസണും. അപ്പോൾ നമ്മൾ നമ്മുടെ 3ാമത്തെ സീസണിലേക്ക് പോകുന്നു. നമ്മൾ ഉഷ്ണകാലവും ശൈത്യകാലവും പഠിച്ചു. ആദ്യം ശൈത്യകാലം പഠിച്ചു. നമ്പർ 2 രണ്ടാമത്തേതായിട്ട് നമ്മൾ ഉഷ്ണകാലം പഠിച്ചു. മൂന്നാമത്തത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. മൺസൂണിന്റെ ആഗമന കാലം എന്നാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ വിളിക്കുന്നത്. മൺസൂണിന്റെ ആഗമന കാലം. കാലഘട്ടം ജൂൺ ടു സെപ്റ്റംബർ ആണ്. 4 മാസമാണ്. അതുകൊണ്ട് 120 ദിവസം മാക്സിമം, കുറഞ്ഞത് 100 ദിവസമെങ്കിലും. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കാരണം 4 മാസം നീളുന്ന മഴയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രദേശത്ത് മഴ നൽകുന്നതും ഇതാണ്. 2 ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലമെന്നും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ കവർ ചെയ്യുന്ന മഴയും ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കിട്ടുന്ന അത്രയും പ്രദേശത്ത് വടക്കിഴക്കൻ മൺസൂൺ കിട്ടുന്നില്ല. ഓർത്തോണേ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വഴി മഴ കിട്ടുന്ന അത്രയും ഭാഗത്ത് ഇന്ത്യയിൽ വടക്കിഴക്കൻ മൺസൂൺ വഴി മഴ കിട്ടുന്നില്ല. കാരണം വടക്കിഴക്കൻ മൺസൂൺ കിഴക്കൻ തീരത്ത് മാത്രം കുറച്ച് മഴ പെയ്യ്ക്കും എന്നല്ലാതെ ഇന്ത്യക്ക് വലിയ ഇമ്പാക്ട് വടക്ക് കിഴക്കൻ മൺസൂൺ വഴി ഉണ്ടാവുന്നില്ല. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളിൽ നിന്ന് ഇന്ത്യ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തേക്കും മഴ കിട്ടുന്നുണ്ട്. നോക്കുക എന്തുകൊണ്ട് മൺസൂൺ രൂപപ്പെട്ടു എന്ന് നമ്മൾ പറയാൻ പോവാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്കിഴക്കൻ മൺസൂണും ഉണ്ടാകുന്നത് മർദ്ദ വ്യത്യാസം കൊണ്ടാണ്. ഇന്ത്യയുടെ തെക്ക് വശത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും മർദ്ദ വ്യത്യാസം ഒരേ മർദ്ദമായിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു. ഈ 2 പ്രദേശങ്ങൾക്കിടയിലുള്ള മർദ്ദ വ്യത്യാസമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലേക്കും അതുപോലെ വടക്കിഴക്കൻ മൺസൂണിലേക്ക് ചേർക്കുന്നത്. സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിൽ ആയിരിക്കെ, അത് ഇന്ത്യയുടെ ഭാഗത്ത് ആയിരിക്കെ, ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നമ്മുടെ ഇന്ത്യയുടെ വടക്ക് ഭാഗങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു. കാരണം ചൂട് കൂടുമ്പോൾ മർദ്ദം സ്വാഭാവികമായിട്ടും കുറയും, അന്തരീക്ഷ മർദ്ദം കുറയും. സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിലായിരിക്കെ, ഇന്ത്യക്ക് മുകളിലായിരിക്കെ ഇന്ത്യയുടെ ഭാഗത്തുള്ള മർദ്ദം കുറയുന്നു. എന്നാൽ ദക്ഷിണാർദ്ധ ഗോള ഭാഗത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ സൂര്യപ്രകാശം അത്ര നേരിട്ട് പതിക്കുന്നില്ല, അല്ലെ? അപ്പൊ അവിടെ എന്തായിരിക്കും? അവിടെ ചൂട് കുറവാണ്, അവിടെ മർദ്ദം കൂടുതലായിരിക്കും. ചൂട് കൂടുമ്പോൾ മർദ്ദം കുറയും, ചൂട് കുറയുമ്പോൾ മർദ്ദം കൂടും. അപ്പൊ മർദ്ദ വ്യത്യാസമായി. ഇത് തെക്ക് നിന്ന്, കാരണം തെക്കാണ് മർദ്ദം കൂടുതലുള്ളത്, വടക്കോട്ട് അതായത് ഇന്ത്യയിലേക്ക്, അതായത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാൻ കാരണമാകുന്നു. കാരണം തെക്ക് വശത്ത് ഹൈ പ്രഷറും വടക്ക് വശത്ത് ലോ പ്രഷറും. ഈ വടക്ക് വശത്താണ് ഇന്ത്യ വരുന്നത്, ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ വരുന്നത്. അപ്പൊ അന്തരീക്ഷ വായു ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് സഞ്ചരിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ഹൈയിൽ നിന്ന് ഭൂമധ്യരേഖ മറികടന്ന് കോറിയോലിസ് ബലത്തിന്റെ സ്വാധീനത്താൽ വലത്തോട്ട് ചെരിഞ്ഞ് ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ കാറ്റുകളായി മാറുന്നത്. ഇത് 2 ബ്രാഞ്ച് ഉണ്ട്. ഒന്ന് ഈ അറബിക്കടൽ ഭാഗത്തൂടെ വരുന്നതും 2 ഈ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തൂടെ വരുന്നതും. 2 ബ്രാഞ്ചുകളായിട്ട് പിരിഞ്ഞാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമല്ലേ? മർദ്ദ വ്യത്യാസം ഉണ്ടായി. എവിടെയാണ് ന്യൂനമർദ്ദം, എവിടെയാണ് ഉച്ചമർദ്ദം എന്ന് കൃത്യമായിട്ട് ഞാൻ ഇവിടെ വരച്ച് പറഞ്ഞു തന്നു. അതാണ് ഈ കാറ്റിലേക്ക് നയിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് 2 ശാഖകളുണ്ട്. ഒന്ന് അറബിക്കടൽ ശാഖ, 2 ബേ ഓഫ് ബംഗാൾ ശാഖ. 2 ശാഖകൾ പരിചയപ്പെട്ടു തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്. ഏതൊക്കെയാണ്? ഒന്ന് അറബിക്കടൽ ശാഖ, രണ്ടാമത്തേതാണ് ബേ ഓഫ് ബംഗാൾ ശാഖ. അറബിക്കടൽ ശാഖയെ പറ്റി ആദ്യം ഒന്ന് പറയാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടൽ ശാഖ വഴി മഴ ലഭിക്കുന്നത് ആർക്കൊക്കെയാണ്? പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരിവുകൾക്ക്. പിന്നെ ഇതിന്റെ ഈ 3 തീരങ്ങൾ, ഈ 3 തീരങ്ങൾ മലബാർ, കൊങ്കൺ, ഗുജറാത്ത്, ഇത് ഒന്നിച്ച് നമുക്ക് പറയാം പശ്ചിമ തീരം. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശം തന്നെയാണ് ഈ പശ്ചിമ തീര പ്രദേശങ്ങൾ, വേറൊന്നുമല്ല. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ തന്നെയാണ് ഈ പശ്ചിമ തീരം എന്ന് പറയുന്നത്. അപ്പൊ അറബിക്കടൽ ശാഖ വഴി മഴ ലഭിക്കുന്നത് ഈ സ്ഥലത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രദേശങ്ങൾക്കാണ് അറബിക്കടൽ ശാഖ വഴി മഴ ലഭിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ മധ്യ ഇന്ത്യയിൽ വിന്ധ്യ സത്പുര നിരകളുടെ ഭാഗമുണ്ടല്ലോ, അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഗുജറാത്ത് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ കുറെ അധികം ഭാഗങ്ങൾ കിട്ടുന്നുണ്ട് അറബിക്കടൽ ശാഖ വഴി, കേട്ടോ. പ്രധാനമായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളായി പറഞ്ഞേക്കുന്നത്. അറബിക്കടൽ ശാഖയുടെ ചിത്രം കൃത്യമായിട്ട് ഇവിടെ കാണാം. അറബിക്കടലിന്റെ ഭാഗത്തൂടെ കടന്നു പോകുന്ന കാറ്റുകൾ മഴ പെയ്യുന്നത് എവിടെയാണെന്നതിന്റെ ഈ ഒരു ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമല്ലേ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള. അതായത് പശ്ചിമഘട്ടത്തിന്റെ ഇവിടെ പശ്ചിമഘട്ടം വരും. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരിവുകളിലാണ് അറബിക്കടൽ ശാഖ വഴി മഴ ലഭിക്കുന്നത്. ഇനി ബേ ഓഫ് ബംഗാൾ ശാഖ നോക്കിക്കേ. ബേ ഓഫ് ബംഗാൾ ശാഖ വഴി 2 ഭാഗക്കാർക്ക് മഴ കിട്ടും. ഇത് 2ആയിട്ടാണ് പിരിയുന്നത്. ഒന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനക്കാർക്ക്, രണ്ടാമത്തത് ഈ ബേ ഓഫ് ബംഗാൾ ശാഖ പശ്ചിമ ബംഗാൾ വഴി ഇന്ത്യയിലേക്ക് കയറുന്നുണ്ട്. അത് അറബിക്കടൽ ശാഖയായിട്ട് കൂട്ടിയിടിച്ച് ആർക്കൊക്കെ മഴ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബേ ഓഫ് ബംഗാൾ ശാഖ 2ആയിട്ട് തിരിയുന്നുണ്ടല്ലോ. ആദ്യം അറബിക്കടൽ ശാഖയുടെ കാര്യം ഒന്നുകൂടെ പറയുവാണ്. ജൂൺ ആരംഭത്തോടെ കേരള തീരത്ത് നിന്ന് അറബിക്കടൽ ശാഖ കേരളത്തിൽ വ്യാപകമായി മഴ നൽകുന്നു. ജൂൺ ആരംഭത്തോടെ കേരളത്തിൽ മഴ നൽകുന്നു. മൺസൂണിന്റെ കവാടം എന്നാണ് കേരളത്തെ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ തുടർന്ന് കർണാടക, ഞാൻ ഓരോന്നും മാർക്ക് ചെയ്ത് കാണിച്ചാണ്, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ, അതായത് പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്നു. ക്ലിയർ? അപ്പൊ അറബിക്കടൽ ശാഖയെ പറ്റി ക്ലാരിറ്റി കിട്ടി.
ബംഗാൾ ഉൾക്കടൽ ശാഖ. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്യുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ സുന്ദർബൻസ് ഡെൽറ്റ പിന്നിട്ട് ബംഗാളിലെത്തി രണ്ടായിട്ട് പിരിയുന്നു. ഇത് രണ്ടായിട്ട് പിരിയുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഒന്ന് എങ്ങോട്ട് പോകുന്നു? ഒരു ശാഖ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെത്തി വലിയ തോതിൽ മഴയ്ക്ക് കാരണമാകുന്നു. ഞാൻ വരച്ച് കാണിച്ചായിരുന്നു, വട്ടമിട്ട് കാണിച്ചു അല്ലേ? ഒരു ശാഖ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ എങ്ങോട്ട് പോകുന്നു? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഓക്കെ. ഇനി പശ്ചിമ ബംഗാളിലൂടെ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടാമത്തെ ശാഖ, അത് നമ്മൾ എവിടെയൊക്കെ മഴ കിട്ടും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? പശ്ചിമ ബംഗാളിലൂടെ ഇന്ത്യയിലേക്ക് കയറുന്നു. ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടാമത്തെ ശാഖ എവിടെയൊക്കെ മഴ നൽകുന്നു? ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ മഴ നൽകുന്നു. തുടർന്ന് അത് വീണ്ടും എങ്ങോട്ട് പോകുന്നുണ്ട്? വീണ്ടും പടിഞ്ഞാറോട്ട് പോകുന്നു ഈ ശാഖ. അങ്ങനെ അത് പഞ്ചാബ് സമതലം വരെ എത്തുന്നു. ഈ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ ഈ രണ്ടാമത്തെ ബ്രാഞ്ച് പഞ്ചാബ് സമതലം വരെ എത്തുന്നുണ്ട്. ഇത്രയും സ്ഥലത്ത് മഴ നൽകിയതിനു ശേഷം പഞ്ചാബ് സമതലത്തിൽ എത്തും. അവിടെ എത്തുമ്പോൾ താണ്ട് അറബിക്കടൽ ശാഖയുമായിട്ട് ഇത് കൂടിച്ചേരും. കൂടിച്ചേർന്ന് വടക്കോട്ട് നീങ്ങി ഹിമാലയത്തിന്റെ അടിവാരത്തിൽ ധാരാളം മഴ നൽകും. വടക്കോട്ട് നീങ്ങിയിട്ട് എവിടെ നൽകും? ഹിമാലയത്തിന്റെ അടിവാരത്തിൽ ധാരാളം മഴ നൽകും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് രണ്ടാമത്തെ ശാഖയെ പറ്റി പറയാനുള്ള കാര്യം. ഇതാണ് ബേ ഓഫ് ബംഗാളിന്റെ ഒരു ശാഖ. അത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ നൽകും. ഇവിടെയാണ് ഈ ഭാഗത്താണ് ഖാസി ഗാരോ ജൈന്തിയ കുന്നുകളുള്ളത് മേഘാലയയില്. മാർക്ക് ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ? ഖാസി ഗാരോ ജൈന്തിയ. അതിന് താഴെയാണ്, ഈ ഖാസി കുന്നുകൾക്ക് താഴെയാണ് മൗസിൻ റാമും ചിറാപുഞ്ചിയും ഒക്കെ ഉള്ളത്. ഈ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ പോകുന്ന ഈ ബ്രാഞ്ചാണ് ഇവിടെ എല്ലാം മഴ നൽകുന്നത്. ഈ രണ്ടാമത്തെ ബ്രാഞ്ചിൽ നോക്കിക്കേ, രണ്ടാമത്തെ ബ്രാഞ്ചിൽ പശ്ചിമ ബംഗാൾ വഴി ഇന്ത്യയിലേക്ക് കയറുന്നു. ബംഗാള് അതുപോലെ തന്നെ ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ മഴ നൽകി അത് പഞ്ചാബ് സമതലത്തിലെത്തുന്നു. അറബിക്കടൽ ശാഖയുമായിട്ട് കൂട്ടിയിടിക്കുന്നു, വടക്കോട്ട് നീങ്ങുന്നു, ഹിമാലയത്തിന്റെ അടിവാരത്തിൽ മഴ നൽകുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ വരച്ചും കൂടെ തന്നിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടൽ ശാഖ വഴി കനത്ത മഴ ലഭിക്കുന്ന എവിടേക്കാണ്? ഒന്ന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, സുന്ദർബൻസ് ഡെൽറ്റ, ബ്രഹ്മപുത്ര താഴ്വര, ഇന്ത്യയിലെ അത്രയും സ്ഥലങ്ങളിൽ മഴ കിട്ടുന്നു കേട്ടോ. ഇനി ഇന്ത്യയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന എവിടെ നിന്നാണ്? അത് ഈ ബംഗാൾ ഉൾക്കടൽ ശാഖ വഴി തന്നെയാണ്. മൗസിൻ റാം, മേഘാലയയിലെ മൗസിൻ റാം. പിന്നെ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ചിറാപുഞ്ചി. +1 ടെക്സ്റ്റിനകത്ത് ഇങ്ങനെയാണ് നൽകുന്നത്. 10ാം ക്ലാസ് പുസ്തകത്തിൽ നേരെ തിരിച്ചാണ് തന്നേക്കുന്നത്. ഏറ്റവും കൂടുതൽ മഴ ചിറാപുഞ്ചിയും രണ്ടാമത് മൗസിൻ റാമുമാണ്. അത് അപ്ഡേറ്റ് ചെയ്യാത്ത വിവരമാണ്. +1 പുസ്തകത്തിനകത്ത് എടുത്ത് വീണ്ടും തിരിച്ച് പറയുന്നുണ്ട്. മൗസിൻ റാം 1ാം സ്ഥാനം, ചിറാപുഞ്ചി 2ാം സ്ഥാനം. SCRT-ക്കകത്ത് ചിറാപുഞ്ചി, മൗസിൻ റാം എന്നാണ്. SCRT 10ൽ +1ൽ മൗസിൻ റാം, ചിറാപുഞ്ചി എന്നാണ്. യഥാർത്ഥത്തിലും ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാലും 1ാം സ്ഥാനം മൗസിൻ റാം, 2ാം സ്ഥാനം ചിറാപുഞ്ചിയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് സ്ഥലങ്ങളിലും, മേഘാലയയിൽ ഈ രണ്ട് സ്ഥലങ്ങളിലും ഖാസി കുന്നുകൾക്ക് താഴ്വരയിലാണ് ഈ രണ്ട് സ്ഥലങ്ങളും ഉള്ളത്. ഇവിടെ 1000 സെന്റിമീറ്റർ മുകളിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. ഇനി ഇന്ത്യയുടെ ഒരു വർഷത്തിലേക്ക് കിട്ടുന്ന ആവറേജ് റെയിൻഫോൾ എന്ന് ചോദിച്ചാൽ ഒരു വർഷത്തെ ആവറേജ് റെയിൻഫോൾ 125 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഇരട്ടിയിൽ കൂടുതൽ കേരളത്തിൽ ഒരു വർഷം കിട്ടുന്നുണ്ട്. കേരളത്തിന്റെ ശരാശരി വാർഷിക മഴ എന്നറിയപ്പെടുന്നത് 300 സെന്റിമീറ്റർ ആണ്. അവസാനത്തെ സീസണിലേക്ക് പോവാണ്. നമ്മുടെ SCRT ടെക്സ്റ്റിനകത്ത് പറഞ്ഞേക്കുന്ന 4ാമത്തെ സീസണിലേക്ക് പോകുന്നു, വടക്കിഴക്കൻ മൺസൂൺ. സെപ്റ്റംബർ പിന്നിടുന്നതോടെ സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് അയനം ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ 23 പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് അയനം ചെയ്യുന്നതിനാൽ, അല്ലെങ്കിൽ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് അത് മാറുന്നതിനാൽ ഇന്ത്യയുടെ ഉത്തര മഹാസമുദ്രത്തിൽ കനത്ത ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു. അപ്പൊ സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ ഭാഗത്ത് ചൂട് കുറയും, അവിടെ ഹൈ പ്രഷർ ഉച്ചമർദ്ദം അനുഭവപ്പെടും. എന്നാൽ ഇന്ത്യൻ മഹാസമുദ്ര ഭാഗത്ത് താരതമ്യേന കുറഞ്ഞ മർദ്ദം ആയതിനാൽ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നു. അപ്പൊ സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് പോകുന്നു, അതായത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്ര ഭാഗത്തേക്ക് പോകുന്നു. അപ്പൊ അവിടെ എന്താവുന്നു? ചൂട് കുറയുന്നു, അവിടെ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു. ഇന്ത്യയുടെ ഭാഗത്ത് ഈ സമയത്ത് സൂര്യൻ നേരിട്ട് പതിക്കുന്നില്ല. സൂര്യപ്രകാശം നേരിട്ട് പതിക്കാത്തത് കൊണ്ട്, അല്ല നേർരേഖയിലുള്ള, നേരിട്ടെന്നല്ല, നേർരേഖയിലുള്ള പ്രകാശരശ്മികൾ പതിക്കാത്തത് കൊണ്ട് ചൂടിന്റെ ആധിക്യം കുറവായിരിക്കും. അതുകൊണ്ട് അവിടെ ഹൈ പ്രഷർ ഇന്ത്യയുടെ ഭാഗത്ത്. മുകളിൽ നിന്ന് താഴോട്ട് കാറ്റ് വീശും. അതാണ് വടക്കിഴക്കൻ മൺസൂൺ. ഇതിനെ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലഘട്ടം എന്ന് വിളിക്കുന്നു. ഇത് 2 മാസങ്ങളിലാണ്, ഒക്ടോബറിലും നവംബറിലുമാണ് ഇത് അനുഭവപ്പെടുന്നത്. ഒക്ടോബർ കേട്ടോ, ഒക്ടോബർ ഹീറ്റ് അഥവാ കന്നിച്ചൂട് എന്ന പ്രതിഭാസം ഈ വടക്കിഴക്കൻ മൺസൂണിലാണ് അനുഭവപ്പെടുന്നത്. വടക്കിഴക്കൻ മൺസൂണിന്റെ പകൽ സമയങ്ങൾ കൂടുതൽ ഉഷ്ണം അനുഭവപ്പെടുന്ന സമയങ്ങളാണ്. അതുകൊണ്ടാണ് ഒക്ടോബർ ഹീറ്റ് എന്ന പ്രതിഭാസം ഇവിടെ ഉള്ളത്, ഈ സമയത്തുള്ളത്. ഇടവപ്പാതി എന്ന് പറയുമ്പോൾ ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ. ഇടവപ്പാതി ശൈത്യകാലം ഡിസംബറിൽ തുടങ്ങും. ഇടവപ്പാതിക്ക് ശൈത്യകാലത്തിന് ഇടയ്ക്ക് വരുന്ന 2 മാസമാണ് വടക്കിഴക്കൻ മൺസൂൺ. കേരളത്തിൽ ഈ മൺസൂൺ തുലാമഴക്കാലം എന്ന് വിളിക്കുന്നു. അപ്പൊ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ എന്ത് വിളിക്കുന്നു? ഇടവപ്പാതി എന്നോ കാലവർഷം എന്ന് വിളിക്കുന്നു തെക്ക് പടിഞ്ഞാറിനെ. വടക്ക് കിഴക്കനെ എന്ത് വിളിക്കുന്നു? തുലാമഴക്കാലം എന്ന് വിളിക്കുന്നു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇടവപ്പാതി എന്നോ കാലവർഷം എന്നോ അറിയപ്പെടുന്നു. വടക്കിഴക്കൻ മൺസൂൺ തുലാമഴക്കാലം എന്ന് അറിയപ്പെടുന്നു. ക്ലിയർ അല്ലേ? ഇനി
തുലാമഴക്കാലത്തിന്റെ വരവ് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ തുലാമഴക്കാലത്തിന്റെ അല്ല, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ വരവ് നമുക്ക് നോക്കാം. കണ്ടോ? ഇന്ത്യയുടെ ഭാഗത്ത് ഹൈ പ്രഷർ അനുഭവപ്പെടുന്ന സമയത്താണ് അല്ലേ ഇത് കാറ്റ് തെക്ക് വശത്തേക്ക് വീശുന്നത്. ലോ പ്രഷർ ഉള്ള ഇന്ത്യൻ മഹാസമുദ്ര ഭാഗത്തേക്ക്, ലോ പ്രഷർ അനുഭവപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്ര ഭാഗത്തേക്ക് വീശുവാണ്. വരുന്ന വഴി കണ്ടോ? ഈ കാറ്റ് വരുന്ന വഴിയിൽ കടലിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് മാത്രമാണ്. അല്ലേ? ആ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന തീരപ്രദേശം ഏതാണ്? നമ്മുടെ കിഴക്കൻ തീരം. പ്രത്യേകിച്ച് ഇത് കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്ത് വരുന്നത് എങ്ങോട്ടാന്ന് ഒന്നുകൂടെ നിങ്ങൾ നോക്കിക്കേ. ഞാനിത് മായ്ക്കാം. കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്ത് ഈ കാറ്റുകൾ എങ്ങോട്ടാ പ്രവേശിക്കുന്നത്? തമിഴ്നാടിന്റെ ഭാഗത്തേക്കാ. കണ്ടോ? ഈ ചിത്രത്തിൽ നിന്ന് തന്നെ കാണാം. ഈ തമിഴ്നാടിന്റെ ഭാഗത്താണ് കൂടുതൽ മഴ കിട്ടുന്നത്. ആ തീരത്തെ വിളിക്കുന്ന പേരാണ് കോറമണ്ടൽ തീരം. ആ തീരത്തിന്റെ പേരാണെന്ത്? കോറമണ്ടൽ തീരം. ദേ അതവിടെ എഴുതി വെച്ചേക്കുന്നത്. വടക്കിഴക്കൻ മൺസൂൺ കനത്ത മഴ നൽകുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ കിഴക്കൻ തീരത്താണ്. പ്രത്യേകിച്ച് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് ഉൾപ്പെടുന്ന തീരത്തെ വിളിക്കുന്ന പേരെന്താണ്? കോറമണ്ടൽ തീരം. തമിഴ്നാടിന്റെ ഫുൾ തീരത്തെയും ആന്ധ്രയുടെ തെക്ക് വശവും കൂടെ ചേർത്താണ് നമ്മൾ കോറമണ്ടൽ തീരം എന്ന് വിളിക്കുന്നത്. കർണാടകത്തിലും കേരളത്തിലുമൊക്കെ ഉച്ച കഴിഞ്ഞുള്ള മഴയാണ് ഈ സമയത്തുള്ളത്. ആ മഴയെ നമ്മൾ വിളിക്കുന്ന പേരാണ് തുലാമഴ. മനസ്സിലായോ? നമുക്ക് ഉച്ച കഴിഞ്ഞ് മാത്രമാണ് ഈ സീസണിൽ മഴ കിട്ടുന്നത്. ആ മഴയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? തുലാമഴ. കാരണം നമുക്ക് മുഴുവൻ സമയം മഴ കിട്ടാനായിട്ട് നമ്മൾ കാറ്റിന് അഭിമുഖമായിട്ടല്ല ഈ സമയം കേരളം ഉള്ളത്. കാറ്റിന് പ്രതിമുഖമായിട്ടാണ്. മനസ്സിലായോ? ഇനി മാത്രമല്ല അറബിക്കടലിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് അതിശക്തമായ മഴ നമുക്ക് ഈ സമയത്ത് കിട്ടുന്നതിന് കാരണം ശരിക്കും പറഞ്ഞാൽ വടക്കിഴക്കൻ മൺസൂൺ കാറ്റുകളെക്കാൾ സ്വാധീനം ചെലുത്തുന്നത് അറബിക്കടലിലെ ന്യൂനമർദ്ദങ്ങളാണ്. ആ സമയം അതുകൊണ്ട് നമുക്ക് കൂടുതൽ മഴ ഈ സമയത്ത് കിട്ടുന്നത്. പിന്നെ പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളിലൂടെയൊക്കെ വടക്കിഴക്കൻ മൺസൂൺ കുറച്ചൊക്കെ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് മഴ കിട്ടുന്നുണ്ട്. കഴിവതും നമ്മുടെ മഴ എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞായിരിക്കും. കൂടുതൽ സമയം എപ്പോഴായിരിക്കും? ഉച്ച കഴിഞ്ഞായിരിക്കും. ഇത്രയുമാണ് ഇന്ത്യയിലെ ഋതുക്കളെ പറ്റി നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും അതുപോലെ തന്നെ ഋതുക്കൾ ഈ 2 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എസ്.സി.ആർ.ടി കണ്ടന്റ് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഒന്നുപോലും വിട്ടുപോയിട്ടില്ല. എല്ലാ പോയിന്റ്സും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവാനുള്ള ഒരു ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് എസ്.സി.ആർ.ടിക്കകത്തുള്ള അത്രയും വലിയൊരു പാഠമാണ് ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഇന്ത്യ. അതിനകത്ത് കുറേ പോയിന്റ്സ് പറഞ്ഞേക്കുന്ന ഒരു ടോപ്പിക്കാണ് ഋതുക്കൾ. അപ്പൊ അത് എല്ലാം കൂടെ നമുക്കൊരു ക്ലാസ്സിൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. എന്നാലും പറ്റുന്നത്ര എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ എല്ലാം കിട്ടത്തക്ക രീതിയിൽ എസ്.സി.ആർ.ടി മുഴുവൻ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തതിനകത്ത് വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റ് ഒരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.